സാന്ത്വനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ ഫസ്റ്റ് തന്നെ കാണിക്കുന്നത് നമ്മുടെ മീനാക്ഷിക്ക് ഫോൺ വരുന്നുണ്ട്. അങ്ങനെ ബാലേട്ടനെ അച്ഛനെ വിളിച്ചിട്ട് അമ്മേനോട് പിടിക്കാൻ പറയും. അതിന് മുന്നേ ഫോൺ അച്ഛനെ കൊണ്ട് തന്നെ എടുപ്പിക്കും. അച്ഛൻ ദേഷ്യപ്പെട്ട് ഫോണൊക്കെ എടുത്തിട്ട് എന്നാന്നൊക്കെ പറഞ്ഞ് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം മീനാക്ഷിനെ ഓഫീസിൽ നിന്ന് നമ്മുടെ കൃഷ്ണമംഗലത്തുകാരുടെ ആൾ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. കൈക്കൂലിയൊക്കെ കൊടുക്കുമെന്നൊക്കെ ചോദിച്ചപ്പോൾ അവിടുത്തെ മേഡം പറഞ്ഞത് കൈക്കൂലി പോയിട്ട് കൊടുക്കണവരെ വാങ്ങണവരെ ഒക്കെ പിടിച്ച് ജയിലിലാക്കണ ഒരാളാണ് അവള്. ആ മേഡം അതുകൊണ്ട് അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട, നേരായ വഴിക്കെങ്കിൽ നിങ്ങൾക്ക് സാങ്ഷൻ കിട്ടുമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ഭക്ഷണം കഴിക്കാനിരിക്കുന്ന പിന്നെ കാണിക്കുന്നത് ധർമ്മനാണ്. ധർമ്മൻ രാമേട്ടനോട് പറയുന്നത് ചെറിയൊരു ഉൾക്കൊള്ളു ചേച്ചിക്ക്, എന്നിട്ട് ഇങ്ങനെയൊക്കെ കൂട്ടിയിരിക്കുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അതൊത്തിരി ഓവറല്ല രാമേട്ടാന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ബാലനെ കുറിച്ച് അറിയാനിട്ടുണ്ട് നീ ആ പറഞ്ഞത്. ബാലനെ മനുഷ്യനാക്കിയത് ഗോമതിന്, ബാലന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് സ്നേഹിച്ചത് ഗോമതിന്, ബാലനൊരു സ്നേഹം കൊടുത്തതും ഒരു ജീവിതം കൊടുത്ത ഗോമതിക്ക് സ്വന്തം ജീവൻ കൊടുക്കും ബാലൻ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് ശരിയെന്ന് പറയും. അങ്ങനെ ബാലൻ ഒരു പാവം എന്നുള്ള കാര്യം ആനന്ദിനും അറിയാം, അതുപോലെ തന്നെ അല്ല ആകാശിനും അറിയാം, ധർമ്മനും അറിയാം. പിന്നെ കാണിക്കുന്നത് ഗോമതിക്ക് ഭക്ഷണം വാരി കൊടുക്കുന്നുണ്ട് ബാലൻ ഭക്ഷണം മതി എന്ന് പറഞ്ഞിട്ട് സമ്മതിക്കുന്നില്ല. എല്ലാ ഭക്ഷണവും അവന് വാരി കൊടുത്ത് കഴിഞ്ഞു. ഇനി ബാലേട്ടൻ ഭക്ഷണം കഴിച്ചിട്ട് കടയിൽ പൊക്കോന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇനി എന്തിനാ പോണെന്ന് ചോദിക്കുമ്പോൾ ഇനിയിപ്പോൾ സമയം ഇത്രയായില്ലേ, ഇനിയിപ്പോൾ ഇവിടെ എനിക്ക് ആളാവശ്യമില്ല, മീനാക്ഷി ഉണ്ടല്ലോ, ബാലേട്ടൻ കടയിൽ പോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി എന്ന് പറയുന്നുണ്ട്. പിന്നീട് ബാലന് ഗോമതി ഭക്ഷണമൊക്കെ വിളമ്പി കൊടുക്കുന്നുണ്ട്. മീനാക്ഷി വെച്ച കറികളാണ്, നല്ല രുചിയുണ്ട് സാമ്പാറിനും അവിയലിനൊക്കെ നമ്മുടെ ഗോമതി മനസ്സ് തുറന്ന് തന്നെ പറയും. ആ സമയത്ത് മീനാക്ഷി ഒന്ന് ചോദിക്കും, അച്ഛാ ഇനി വേറെ എന്തെങ്കിലും വേണോ കഴിക്കാൻ, എന്തെങ്കിലും കറിയൊക്കെ വേണമെന്ന് ചോദിച്ചപ്പോൾ ഇതെന്ത് കറി, ഇതാണോ കറി, ഗോമതി വെക്കുന്ന കറി നീ കൂട്ടിയിട്ടില്ലേ ഗോമതി, നീ ഇത്ര നല്ല കറി വെച്ചിട്ട് നീ പിന്നെ എങ്ങനെ ഇത് കൂട്ടിയത്, ഉപ്പില്ല എരിവില്ല മുളകും ഇല്ല ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതി പറഞ്ഞ എല്ലാം ഉണ്ടല്ലോ പാലേട്ടാ, ഞാൻ കഴിച്ചതല്ലേ നല്ല രുചിയുള്ള കറികൾ എന്നൊക്കെ പറഞ്ഞപ്പോൾ അത് അച്ഛൻ കുശുമ്പ് കൊണ്ട് പറയുന്നതാണ്. അത് മാത്രമല്ല അടുക്കളയിൽ ഒരു ജോലി ചെയ്യുന്നതിൻ്റെ ബുദ്ധിമുട്ട് അറിയാത്തത് കൊണ്ടും അച്ഛൻ അങ്ങനെയൊക്കെ പറയുന്നതാണ്. അപ്പോൾ ഗോമതിക്ക് ആകെ ടെൻഷൻ ആവുന്നുണ്ട്. ബാലൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ ഗോമതി ആകെ പേടിച്ചിരിക്കുന്നു. നമുക്ക് ഈ എല്ലാ ആണുങ്ങൾക്കുള്ളതാണ് ഭക്ഷണം പാചകമൊക്കെ ചെയ്ത് മുന്നിൽ കൊണ്ടുവച്ച് കൊടുക്കുമ്പോൾ എന്തെങ്കിലും കുറ്റം പറയും. അച്ഛാ ഒരു വീട്ടിൽ 5 ആളുണ്ടെങ്കിൽ 5 ആൾക്കും 5 രുചിന്, ആ 5 രുചിക്ക് അനുസരിച്ച് ഒരാൾക്ക് വയ്ക്കാൻ പറ്റില്ലല്ലോ. ഒരു രുചിയിൽ വെക്കും, അതെല്ലാവരും കഴിക്കണം. അതൊരു കാര്യം ചെയ്യാന്നാ, ഇതിലേതെങ്കിലും ഒരു കറി അച്ഛൻ അടുക്കളയിൽ പോയി വെച്ചിട്ട് എനിക്ക് കാണിച്ചതായോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ കറി വയ്ക്കാൻ എന്തേ അച്ഛൻ കറി വെച്ചാൽ ശരിയാവില്ല എന്നൊക്കെ ചോദിച്ചപ്പോൾ മീനാക്ഷി നീ ഒന്നും മിണ്ടാണ്ടിരിക്കാനൊക്കെ പറഞ്ഞ് ഗോമതി പറയുമ്പോൾ അതൊന്നും ശരിയാവില്ല അമ്മ, അച്ഛന് നമുക്ക് ഓൾ കേരള അടുക്കള അസോസിയേഷനൊക്കെ ഉണ്ടാക്കുക അച്ഛനെതിരെ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതി ഒന്നും മിണ്ടാണ്ടിരിക്കാൻ പറയുന്നുണ്ടാന്നൊക്കെ ചോദിക്കുന്നുണ്ട് ബാലൻ ഗോമതിയോടും. നീ ഒന്നും മിണ്ടാണ്ടിരിക്കും മോളെ എന്ന് പറഞ്ഞപ്പോൾ മീനാക്ഷി ചാടി ഇങ്ങനെ ബാലന്റെ ഇങ്ങനെ എന്താ പറയാ നാവുകൊണ്ട് ഇങ്ങനെ കൊഞ്ഞനം കുത്തുന്ന പോലെയൊക്കെ കാണിച്ചിട്ട് അടുക്കളയിലേക്ക് പോകും. മീനാക്ഷി കളിയാക്കണാണ് കളിപ്പിക്കണമെന്നൊക്കെ ഗോമതിക്ക് അറിയാം. ഗോമതിക്ക് അതുകൊണ്ട് വിഷമമൊന്നുമില്ല. പിന്നെ അടുക്കളയിലേക്ക് നോക്കി ബാലൻ പറയുന്നത് അതെ ഞാൻ കടയിലേക്ക് പോകണ് എന്ന്, ഗോമതിനെ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ ഗോമതിക്കും കാര്യം മനസ്സിലാവുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കൃഷ്ണമംഗലത്തിന് അലോകിന്റെ പെണ്ണ് എവിടേക്കോ വന്നിട്ടുണ്ട് ആ ഭാഗത്ത്. അപ്പോൾ അലോകിനോടും ഫാമിലിയോടും അവിടേക്ക് ചെല്ലാൻ പറയുന്നത് കാണാന്ന് പറഞ്ഞപ്പോൾ അച്ഛമ്മ പറയുന്നുണ്ട് വേണ്ട അതിന് ഇപ്പൊ കാണലൊന്നും വേണ്ട, അതൊന്നും നടക്കില്ല, അതൊന്നും ശരിയാവില്ല ഇപ്പൊ. അപ്പൊ മൂത്ത മരുമോൾ പറയുന്നുണ്ട് എൻ്റെ അമ്മ ഇപ്പൊ അതൊക്കെയാണ് സംഭവം, ഇപ്പൊ കാണലും ഇപ്പോഴത്തെ ട്രെൻഡ് അതൊക്കെയാണ്, അങ്ങനത്തെ ട്രെൻഡൊന്നും വേണ്ട, നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ ഭർത്താക്കന്മാർ നിന്ന് തരുന്നുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പിന്നെ സ്വാതന്ത്ര്യം ഇല്ലല്ലോ, അമ്മയുടെ മോനല്ലേ, പക്ഷെ ഇപ്പോഴത്തെ പിള്ളേർക്ക് അതല്ലല്ലോ എന്ന് പറഞ്ഞപ്പോൾ എന്നാൽ ശരി നമുക്ക് എല്ലാവരും കൂടെ അങ്ങോട്ട് പോവാം, അച്ഛമ്മ എതിർത്തിട്ടുണ്ടെങ്കിൽ അമേരിക്കയിലേക്ക് കൊണ്ടുപോയില്ല കേട്ടാ, അവൻ്റെ ഒരു അമേരിക്ക എന്നൊക്കെ പറഞ്ഞ് അവർ നല്ല സന്തോഷത്തോടെ പൊട്ടിച്ചിരിക്കുകയൊക്കെയും ചെയ്യുന്നത്. പിന്നെ കാണിക്കുന്നത് ഗോമതി മീനാക്ഷിയോട് വിഷമങ്ങളൊക്കെ പറയുന്നുണ്ട്. മോളെ എനിക്ക് ആദ്യം പറയും നീ വെച്ച കറികളൊക്കെ നല്ല സൂപ്പറായിരുന്നു, എൻ്റെ ആകാശിൻ്റെ കൂടെ നീ കയറി വന്നപ്പോൾ എൻ്റെ ജീവിതം നശിപ്പിക്കാൻ വന്നൊരു പെൺകുട്ടിയാണ് നീ എന്ന് എനിക്കൊരു തോന്നലുണ്ടായി. ഇപ്പം അതൊക്കെ മാറി, ഇപ്പം എൻ്റെ ഇപ്പം നീ എൻ്റെ മരുമോളല്ല മോളാണ്, ഞങ്ങളുടെ പുണ്യമാണ്, ഞങ്ങൾക്ക് നിനക്കൊരു പ്രത്യേക ഒരു ഇതുണ്ട്, കഴിവുണ്ട്, സാമർത്ഥ്യം പറഞ്ഞില്ല അമ്മ എനിക്കൊരു ചങ്കൂറ്റുള്ളൂ, സാമർത്ഥ്യമൊന്നും ഇല്ല, ഞാനിങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ അല്ല മോളെ നിനക്ക് മറ്റുള്ളവരെ എല്ലാവരെയും സ്നേഹിക്കാനും എല്ലാ രീതിയിലും നിനക്ക് പെരുമാറാനൊക്കെ അറിയാം, എനിക്കിപ്പോൾ ഒത്തിരി ഇഷ്ടമെന്ന് പറയും. പിന്നെ എൻ്റെ മനസ്സിലാകെ 2 വിഷമങ്ങളുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ എന്താ വരെ വിഷമം, ഈ മീനാക്ഷി നടത്തി തരാമെന്ന് പറയും. ഒന്ന് ആനന്ദിൻ്റെ കല്യാണം എന്ന് പറഞ്ഞപ്പോൾ ആനന്ദേട്ടൻ്റെ കല്യാണം എങ്ങനെയും നടക്കും അമ്മേ, അതിപ്പോൾ എൻ്റെ ആകാശിൻ്റെയും കൂടി ആവശ്യമാണ്, അത് ഞങ്ങൾ നടത്തിയിരിക്കും എന്ന് പറയും. രണ്ടാമത്തെ വിഷമം പറയാൻ പറഞ്ഞപ്പോൾ ആ വീട്ടിൽ ഞാൻ എൻ്റെ മക്കളെല്ലാവരും ആ വീട്ടിൽ ഓടി കിടക്കേണ്ട സമയമല്ലേ കല്യാണം, മിത്രയുടെ കല്യാണത്തിന് മിത്രയുടെ കൈ പിടിച്ച് പന്തലിലേക്ക് കൊണ്ടുവരേണ്ടത് അപ്പച്ചി ആയത് ഞാനാണ്,
എന്നിട്ട് ഇപ്പം ബന്ധുക്കളെല്ലാവരും വരും, അവിടെ ഉള്ളവരെല്ലാ ബന്ധുക്കളും ഇവിടെ വരും. ഇവിടെ വന്ന് എന്നോട് കല്യാണം വിളിച്ചില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ എന്ത് മറുപടി പറയും മോളെ എന്ന് വെച്ചപ്പോൾ കല്യാണം വിളിച്ചില്ല എന്ന് തന്നെ പറയണം. എൻ്റെ അമ്മ ഇതിനൊക്കെ ഒരു മര്യാദ ഉണ്ട്. ഇതൊക്കെ ഈ ലോകത്ത് നടക്കണതാണ്. പഠിപ്പ് കഴിയുമ്പോഴത്തേനും ജോലി കിട്ടിയോന്ന് ചോദിക്കും. ജോലി കിട്ടിക്കഴിഞ്ഞാൽ കല്യാണം ആയില്ലേന്ന് ചോദിക്കും. കല്യാണം ആയാൽ ചോദിക്കും കുട്ടികളായില്ലേന്ന്. ഇതൊക്കെ നാട്ടു നടപ്പാണ് അമ്മ. ഇതിനൊക്കെ നമ്മൾ മറുപടി പറയാൻ നിന്നാൽ ശരിയാവില്ല. അമ്മ ഒരു കാര്യം ചെയ്താൽ മതി, അമ്മ മുറിയിലിരുന്നാൽ മതി. എല്ലാവരോടും മറുപടി പറയാൻ എനിക്കറിയാൻ നടപ്പോൾ നീ ഇങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കൊരു ആശ്വാസമുണ്ട്. എന്നാലും എനിക്ക് ആ കല്യാണ വീടൊക്കെ ഒന്ന് കാണണമെന്നുണ്ട് മോളെ എന്ന് പറഞ്ഞപ്പോൾ എന്നാ പായ അമ്മനെ ഞാൻ അങ്ങോട്ട് കൊണ്ടുപോകാമെന്നൊക്കെ പറയും. അങ്ങനെ എന്തായാലും മീനാക്ഷിനെ പതുക്കനെ അങ്ങോട്ട് കൊണ്ടുപോകും. മീനാക്ഷി ഗോമതിനെ പിടിച്ചവിടേക്ക് കൊണ്ടുപോകും. പറയും ഇത്ര ശരിക്കും മുറപ്രകാരം എൻ്റെ ആര്യൻ്റെ ഭാര്യയായി വരേണ്ടതല്ലേ ഈ വീട്ടിലേക്ക്, അതുമില്ല, എനിക്ക് അവളൊന്ന് കണ്ടാൽ കൊള്ളാമെന്നൊക്കെ ഇട്ടു. അങ്ങനെ രണ്ടുപേരും കൂടെ പുറത്തേക്ക് വരും. ആ വീട് കാണുമ്പോൾ ഗോമതിക്ക് വീണ്ടും വിഷമാവും. കല്യാണ വീട് എന്ന് പറയുമ്പോൾ തന്നെ ഒരു സന്തോഷമുള്ളതല്ലേ മോളെ, ഞങ്ങളെ മാത്രം പെങ്ങളെന്നുള്ള നിലയ്ക്ക് എന്നെ വിളിക്കേണ്ട, ഒരു അയൽവക്കം എന്നുള്ള നിലയ്ക്കെങ്കിലും തൊട്ടടുത്ത വീട്ടുകാരെന്നുള്ള നിലയ്ക്കെങ്കിലും ഞങ്ങളൊന്നും നമ്മളെ ഒന്ന് വിളിക്കേണ്ടതല്ലേ എന്നൊക്കെ പറഞ്ഞ് ഗോമതി ഇങ്ങനെ വിഷമത്തോടെ ഇരിക്കുന്ന സമയത്ത് മിത്ര അവിടെ വരുന്നുണ്ട്. അമ്മ കാണാൻ ആഗ്രഹിച്ച ആള് മിത്ര എന്ന് പറയും. ആ മിത്ര പുറത്തേക്ക് വന്നിട്ട് മിത്ര വരെ വിഷമത്തോടെ നോക്കണം. മിത്ര പഴയ അഹങ്കാരം സാമർത്ഥ്യം ഒന്നും ഇല്ല ഇപ്പം. ആകെ ടെൻഷൻ അടിച്ച് നിൽക്കുന്ന മിത്രനെ കണ്ടപ്പോൾ തന്നെ മീനാക്ഷി ഇങ്ങനെ ഹായ്ന്ന് കാണിക്കുമ്പോൾ മീനാക്ഷിനോടും മിത്ര അങ്ങനെ ഹായ്ന്ന് കാണിക്കുമ്പോൾ ഗോമതിക്ക് വലിയ അത്ഭുതമാവുന്നുണ്ട്. പറയുന്നുണ്ട്. ആ സമയത്ത് തന്നെ മീനാക്ഷിയും ഗോമതിയും കൂടെ മിത്ര നല്ല സ്നേഹത്തോടെ നോക്കിക്കണ നേരത്ത് ആനന്ദവർമ്മ വന്നിട്ട് പറയും മോളെ നിന്നതേ അമ്മ വിളിക്കുന്നു പറഞ്ഞപ്പോൾ മിത്ര അകത്തേക്ക് കയറിപ്പോവും. അങ്ങനെ അയാളും അകത്തേക്ക് കയറി പോകാൻ നോക്കും. പെട്ടെന്ന് ഗോമതിനെ കാണുമ്പോൾ അയാളുടെ മനസ്സിലൊരു വിഷമമുണ്ട്. പക്ഷെ അനിയനാണ് തീരെ സമ്മതിക്കാത്തത്. അയാളിങ്ങനെ ഗോമതിൻ്റെ ചെറിയ വിഷമത്തോടെ നോക്കും. അങ്ങനെ അയാൾ പെട്ടെന്ന് അകത്തേക്ക് പോകുമ്പോൾ മീനാക്ഷി പറയുന്നുണ്ട് രണ്ട് കൂട്ടരും ഒരുപോലെ സ്നേഹിക്കണം, ഒരു വീട് പോലെ കഴിയണം എന്നൊക്കെ ഞാനും ആഗ്രഹിക്കുന്നുണ്ട് അമ്മേനേക്കാളും കൂടുതൽ. പക്ഷെ ഇതൊക്കെ ഒരു കൂടുതലല്ലേ, ഇങ്ങനെ ഉണ്ടാ ഒരു വാശിയും വൈരാഗ്യം എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ മീനാക്ഷിനോട് കുറേ കാര്യങ്ങളൊക്കെ ഗോമതി പറയുന്നൊക്കെ ഉണ്ട്. ആ സമയത്ത് പെട്ടെന്ന് കൈ നോക്കാനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ട് ഒരു പെണ്ണ് വരുന്നുണ്ട്. അപ്പോൾ ആ പെണ്ണിനെ വിളിക്കും മോളെ എന്ന് പറഞ്ഞപ്പോൾ അതൊക്കെ വേണം അമ്മയെന്ന് നോക്കിയപ്പോൾ മോള് വിളിക്കുമെന്ന് പറയും. അങ്ങനെ കൈനോട്ടക്കാരിനെ മീനാക്ഷി പോയി വിളിച്ചിട്ട് വരും. അങ്ങനെ 3 പേരും കൂടെ അടുത്തിരിക്കുമ്പോൾ പറയും മോൾക്ക് അമ്മയ്ക്ക് കൈ നോക്കണം എന്ന് പറഞ്ഞപ്പോൾ അമ്മയുടെ കൈ കാണിക്കാൻ പറയും. അപ്പം എന്താ എൻ്റെ കൈ നോക്കേണ്ടത് അറിയാം. മോൾക്ക് ഇതിലൊന്നും വിശ്വാസമില്ലല്ലോ എന്ന് പറയും. എനിക്കിതിൽ വിശ്വാസമില്ലാന്ന് നിങ്ങൾക്ക് എങ്ങനെ അറിയാം, അത് ചുമ്മാ പറഞ്ഞതാണെന്ന് പറയും. അതിനുശേഷം ഗോമതിയുടെ കൈ നോക്കും. പറയും ഗോമതിക്ക് ഇപ്പോഴത്തെ ശരീരസുഖമൊക്കെ കുറഞ്ഞോന്ന്, അസുഖം മാറിയോന്ന് ചോദിക്കുമ്പോൾ അതും മീനാക്ഷി ചോദിക്കും ഇതും എങ്ങനെ മനസ്സിലായി നോക്കുമ്പോൾ അതും ഞാൻ ചുമ്മാ പറഞ്ഞതാണെന്ന് പറയും. അപ്പം എന്തായാലും കൈനോട്ടക്കാരി ചില്ലറക്കാരി അല്ല എന്ന് മനസ്സിലാവുന്നുണ്ട്. പിന്നെ കൈ നോക്കിയിട്ട് പറയും എന്തായാലും ഗോമതിയുടെ മനസ്സിലൊരു വിഷമമുണ്ടെന്ന് അറിയാം. അപ്പം പറയും കല്യാണം അല്ലേ എന്ന് പറയും. എൻ്റെ മകൻ്റെ കല്യാണം അല്ലേ എന്ന് ചോദിക്കും. അതെ, മകൻ്റെ കല്യാണം എത്രയും പെട്ടെന്ന് നടക്കും. അതിനൊരു കാര്യമുണ്ട്. ഗുരുവായൂർ അമ്പലത്തിൽ പോയി ഒരാഴ്ച, അതിലൊരു വാരം എന്ന് പറയുന്ന ഒരാഴ്ച ഭജന ഇരിക്കണം. ഈ ഒരാഴ്ച ഭജന ഇരുന്നിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ മകൻ്റെ കല്യാണം ഉറപ്പായിട്ട് നടക്കും. ഞാനൊരു മാസം കഴിയുമ്പോൾ ഇതിലേ വരുമ്പോൾ നിങ്ങളെ വീട്ടിലൊരു മരുമോളും കൂടി ഉണ്ടാവും എന്ന് പറയുന്നു. അത് കേൾക്കുമ്പോൾ ഗോമതിക്ക് ഒരുപാട് സന്തോഷമാകുന്നുണ്ട്. ഞാൻ അങ്ങനെ നിൽക്കാമെന്നൊക്കെ പറയുന്നുണ്ട്. പിന്നെ തൊട്ടപ്പുറത്തെ വീട്ടിലെ കല്യാണം ആണല്ലേ എന്ന് വെച്ചപ്പോൾ അതെ, ആ കല്യാണം കാണാനും അമ്മ ആഗ്രഹിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഉണ്ട്, കാണാൻ ആഗ്രഹിക്കുന്നു പറഞ്ഞപ്പോൾ അതും ഭഗവാൻ കാണിച്ചു തരും. നിങ്ങളുടെ കണ്ണിൽ തന്നെ, അമ്മയുടെ കണ്ണിൽ തന്നെ ആ കല്യാണവും കാണുന്നു പറഞ്ഞപ്പോൾ ഗോമതി ആകെ അങ്ങനെ ഞെട്ടുന്നുണ്ട്. അതെങ്ങനെ ഗുരുവായൂർ അമ്പലത്തിൽ പോകുമ്പോൾ കാണാൻ പറ്റുമെന്ന് വെച്ചപ്പോൾ അതൊന്നും ഞാൻ പറയുന്നില്ല, നിങ്ങൾക്ക് ആ കല്യാണം കൂടാനും കാണാനും പറ്റുമെന്നാണ് പറയുന്നത്. നിങ്ങൾ രണ്ട് കൂട്ടരും ആ കല്യാണത്തോടു കൂടിയാണ് നിങ്ങളുടെ മകൻ്റെ ജീവിതം വളരെ പെട്ടെന്ന് തന്നെ ഗതി മാറും, നല്ല രീതിയിൽ രാജാവിനെ പോലെ അവൻ ജീവിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഗോമതിക്ക് ആകെ ടെൻഷനൊക്കെ ആവുന്നുണ്ട്. ഇത് എന്തെങ്കിലും സംഭവിക്കണമെന്നൊക്കെ ചോദിച്ചിട്ട്. പിന്നീട് ആ മീനാക്ഷി കൈനോട്ടക്കാരിക്ക് കാശൊക്കെ കൊടുക്കും. മരുമോളൊന്നും ഓഫീസിൽ പോയില്ലല്ലേ, ജോലിക്ക് പോയില്ലെന്ന് പറഞ്ഞപ്പോൾ മരുമോളുണ്ട് എങ്ങനെ മനസ്സിലായി, ഞാൻ മോളായിക്കൂടെ, അതൊക്കെ ഞാൻ ചുമ്മാ പറഞ്ഞതുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെയും കൈനോട്ടക്കാരി പറഞ്ഞു പോകും. പിന്നെ കാണിക്കുന്നത് രാത്രിയിൽ എല്ലാവരും കൂടെ നിൽക്കും. പറഞ്ഞപ്പോൾ കൈനോട്ടക്കാരി പറഞ്ഞ വിഷയം ഇട്ടിട്ട് മനസ്സിലിട്ടിട്ട് ഗോമതി ഇങ്ങനൊരു വിഷമം വേണ്ട, അതുകൊണ്ട് ഗോമതി മീനാക്ഷിയും ആര്യനും കൂടി പൊക്കോളാൻ പറയുന്നുണ്ട്. ഞങ്ങൾ ഇവിടെ നിന്നോളാം, ഒരാഴ്ച ഭജന ഇരിക്കാൻ മീനാക്ഷി നല്ലോണം നോക്കണം എന്നൊക്കെ പറഞ്ഞ് ഏൽപ്പിക്കുന്നുണ്ട്. റൂമൊക്കെ എടുക്കണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആനന്ദ് പറയുന്നുണ്ട് അമ്മ എനിക്ക് വേണ്ടി കഴിഞ്ഞിട്ട് എൻ്റെ കല്യാണത്തിന് വേണ്ടി അമ്മ ഭജന ഇരിക്കാൻ പോകണ്ടെന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞ് മോനെ അങ്ങനെ ഒന്നല്ല, നീ ഇതിനെപ്പറ്റി ഒന്നും പറയരുത്, എനിക്ക് പോകണം, എനിക്കിപ്പോൾ അത് പോയാലും ഒരു സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ബാലനും പറയും എന്തായാലും ഇത്രയുടെ കല്യാണം കണ്ടിട്ട് കൺമുന്നിൽ നടക്കുമ്പോൾ ഒരു വിഷമം വേണ്ട, മറ്റന്നാളാണ് കല്യാണം, അതുകൊണ്ട് ഗോമതി ഇവിടെ നിന്ന് മാറി നിൽക്കണതന്നെയാണ് നല്ലത്. ഗോമതിക്ക് ഇനി അതൊരു വിഷമാവാൻ നിൽക്കണ്ട, ആര്യനും ഗോമതിയും
മീനാക്ഷിയും കൂടി ഇവിടുന്ന് പൊക്കോ എന്ന് പറയുന്നുണ്ട്. അതിനുള്ള എന്ത് വേണമെങ്കിലും നമ്മൾ ചെയ്യാം, ഞങ്ങൾ ഇവിടെ എങ്ങനെയെങ്കിലും ഒക്കെ കഴിഞ്ഞോളാം. അങ്ങനെ ഗോമതിനെയും എങ്ങനെയെങ്കിലും ഗോമതിനെ ഇവിടുന്ന് പറഞ്ഞയക്കണം തന്നെയാണ് ബാലൻ്റെ ആഗ്രഹം. കല്യാണം കാണുന്തോറും ഗോമതി മനസ്സ് വിഷമിരിക്കും എന്നുള്ള കാര്യം അറിയുന്നത് കൊണ്ട് തന്നെ അങ്ങനെ ഗോമതിയും മീനാക്ഷിയും ആര്യനും കൂടെ ഗുരുവായൂർ അമ്പലത്തിൽ ഒരാഴ്ച ഭജനിരിക്കാൻ പോകാൻ തയ്യാറെടുക്കുന്നതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ അവസാന ഭാഗം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.